സൗദി അറേബ്യയിൽ മെക്കയിൽ നടന്ന ഹജ്ജ് തീർത്ഥാടനം വലിയ ദുരന്ത വാർത്തയാണ്. ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഇൻ്റർനാഷണൽ മീഡിയയിൽ കൂടിയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് ഏജൻസി ഫ്രഞ്ച് പ്രസ്, അതായത് ഇൻ്റർനാഷണൽ മീഡിയ വയർ ഏജൻസി കൊടുത്തിരിക്കുന്ന കണക്ക് 1000-ലധികം പേര് മരണപ്പെട്ടു. അതായത് സൗദി അറേബ്യ രജിസ്റ്റർ ചെയ്തു ഈ ഇന്ന ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ്, സൗദി അറേബ്യ ഇന്ന് വരെ ഇതിൻ്റെ ഒരു കണക്കും പുറത്തു വിട്ടിട്ടില്ല. എത്ര പേര് മിസ്സിംഗ് ആയി, എത്ര പേര് മരണപ്പെട്ടു, ഏതൊക്കെ രാജ്യക്കാരാണ് എന്നൊരു വിവരങ്ങളും പുറത്തു വിട്ടിട്ടില്ല. ഇതൊരു ഏജൻസി കണക്കുകൾ മാത്രമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇതിൻ്റെ വലിയ തരംഗമായി മാറിയൊക്കെ. കാരണം ഈ പോയവരുടെ ബന്ധുക്കളൊക്കെ പല ഫോട്ടോകൾ ഇടുന്നു, ഇവരെ കണ്ടവരുണ്ടോ, അങ്ങനെ എവിടെങ്കിലും കണ്ടോ, ഇതെൻ്റെ ഇന്നയാളാണ്, ഇതിനെപ്പറ്റി യാതൊരു വിവരവും കിട്ടുന്നില്ല. അതായത് ഇന്നത്തെ ജോർദാനിയൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 10,000-ഓളം തീർത്ഥാടകരെ കാണാനില്ല. ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ആദ്യം 14 കണക്ക് പറഞ്ഞു അവർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് അവർ മാറ്റി പറഞ്ഞു അത് 74. പക്ഷേ പല ആൾക്കാർ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഹജ്ജിന് പോയവരുണ്ട്. ഇവരുടെ ഒന്നും യാതൊരു വിവരവും കണക്കുകളും സൗദി അറേബ്യയും കൊടുക്കുന്നില്ല. ജോർദാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിടുന്നില്ല. ഈജിപ്ഷ്യൻ അംബാസിഡർ അദ്ദേഹം പറയുന്നത് ഈ 1000 പേര് കൊല്ലപ്പെട്ടവരിൽ ഏകദേശം 600-ലധികം ഈജിപ്ഷ്യനാണ്. ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് 51.8 ഡിഗ്രി സൗദി അറേബ്യയിലും മെക്ക ഭാഗത്തുള്ള ടെമ്പറേച്ചറിൽ ആണ് ഇവർ ഹജ്ജ് പിൽഗ്രിമിന് വേണ്ടി പോയത്. സൗദി ഗവൺമെൻറ് നേരത്തെ അഡ്വൈസറി മെമ്മോ കൊടുത്തിരുന്നു, ഇത്രമാത്രം ചൂടുണ്ട്, അതുകൊണ്ട് പ്രായമായിട്ടുള്ളവർ ഹജ്ജിന് പോകരുത് എന്ന് സൗദി നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങളെ വീടിനും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സൺവേവ്, അതായത് സൂര്യൻ്റെ താപം സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് താങ്ങാൻ പറ്റില്ല എന്ന് സൗദി ഗവൺമെൻറ് നേരത്തെ അഡ്വൈസറി കൊടുത്തിരുന്നു. അതിനെയെല്ലാം ഖണ്ഡിച്ചാണ് ഏറ്റവും കൂടുതൽ ഈജിപ്തിൽ നിന്നാണ് ഏകദേശം അവിടുന്ന് മിസ്സിങ് ആയവരുടെ എണ്ണം ഏകദേശം 3000-നും 4000-നും ഇടയ്ക്കാണ് ലീഗലായിട്ട് അവർ പറയുന്നത്. അതായത് ഈജിപ്ഷ്യൻ അംബാസിഡർ പറയുന്നത്. പിന്നീട് പറയുന്നത് ഏറ്റവും കൂടുതൽ അവിടെ ഹജ്ജ് ചെയ്യാൻ പോയേക്കുന്നത് ഇല്ലീഗലായിട്ട്. ട്യൂണീഷ്യയുടെ കണക്ക് പറയുന്നത് 100-ന് മുകളിലാണ്. മറ്റുള്ള ഓരോ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യം പറയുന്നത്, അവിടുത്തെ അംബാസിഡേഴ്സാണ് പറയുന്നത്. ഇതൊന്നും സൗദി ഗവൺമെൻറ് എവിടെയും സ്ഥിരീകരിക്കുന്നില്ല. ഇപ്പം ജോർദാൻ പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്. പല മരിച്ചവർക്കും അവിടെ കുഴിച്ചിടുവാൻ വേണ്ടി, അവിടെ തന്നെ അടക്കം ചെയ്യാൻ വേണ്ടിയാണ് ജോർദാൻ പറയുന്നത്. ഇന്ത്യയിലെ പുതിയ കണക്കനുസരിച്ച് ഏകദേശം 65ഓളം ഇന്ത്യക്കാർ സൗദി അറേബ്യയിലെ ഹജ്ജിന് പോയവർ മരണപ്പെട്ടു എന്നാണ്. അതിനകത്ത് 13 മുതൽ 14 വരെ മലയാളികളുണ്ട്, കേരളക്കാരുണ്ടെന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ പറയുന്നത്. അതിന് AFP പറയുന്നത് ഇന്ത്യയിലുള്ള കണക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് പല ആശുപത്രികളിലും ആയിരക്കണക്കിനും ആളുകൾ ഇങ്ങനെ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുകയാണ്. കാരണം ട്രീറ്റ്മെൻറ്റ്, ഡീഹൈഡ്രേഷനൊക്കെ, അതായത് ഇവരുടെ ദേഹത്തുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനും പോയി. അധികവും പ്രായമുള്ളവരാണ് ഈ ഹജ്ജിന് പോയേക്കുന്നത്. അതായത് ഈ തീർത്ഥാടനം എന്ന് പറഞ്ഞ് പോയ സംഭവം അതിഭയങ്കരമായ ചൂടിലായിട്ട് ഉരുകി അങ്ങ് പോയേക്കുവാണ്. അതായത് ഇന്ത്യയിലെ പല പത്രങ്ങളും ഇതിന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല കേരളത്തിൽ എത്ര പത്രങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട്, കാരണം ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 18 ലക്ഷം പേരാണ് ഇപ്രാവശ്യം ഹജ്ജിന് പങ്കെടുത്തത് എന്ന് സൗദി മന്ത്രാലയം പറയുന്നുണ്ട്. ഇതിലെത്ര പേര് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു, അതായത് ഹീറ്റാണ് പ്രധാന കാരണമെന്ന് സൗദി ഗവൺമെൻറ് സമ്മതിക്കുന്നുണ്ട്. അതായത് ഇത്രമാത്രം ഹീറ്റിൽ ഇവർ പരമാവധി ചെയ്യാവുന്ന എല്ലാം ചെയ്തു. പക്ഷേ പല ആൾക്കാർക്ക് എയർ കണ്ടീഷൻ്റെ ഇത് കിട്ടിയില്ല. പല ആളുകളും ഈ കുടകൾ ഉപയോഗിക്കണമെന്നൊക്കെ ഇവർ അഡ്വൈസറി മെമ്മോ കൊടുത്തിട്ട് ഇതെല്ലാം പാലിച്ചിട്ടില്ല. മറ്റൊരു വിമർശനം വരുന്നത്, സൗദിയിൽ അധികവും ആൾക്കാർ ഹജ്ജിനേക്കാൾ ഉപരിയായിട്ട്
ഈ ടൂറിസം വിസയിലാണ് അധികവും പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഇതിൻ്റെ ആളുകളുടെ മരണസംഖ്യ, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ളവരുടെ മരണസംഖ്യ കൂടാനുള്ള സാഹചര്യമുണ്ട്. ഏതായാലും അധികം വർഷവും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പേഡ്, അതായത് മനുഷ്യൻ തിങ്ങിയും തിരക്കിയും അവിടെ ഒരു പ്രാവശ്യം ഏകദേശം 500 പേരാണ് കൊല്ലപ്പെടുന്നത്. പിന്നീട് അവിടെ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്ത് ഏകദേശം 2500 പേരാണ് കൊല്ലപ്പെടുന്നത്. അതായത് എല്ലാ വർഷവും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ആളുകൾ അവിടെ മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ദുഃഖകരമായ ഒരു വസ്തുത.